കഴിഞ്ഞ ദിവസമാണ് സജിലാൽ ഒറ്റപ്പാലത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. അത്യാവശ്യമായി തിരുവനന്തപുരത്ത് എത്തേണ്ടതുണ്ടെന്ന് വീട്ടുകാരെ അറിയിച്ച് ഇറങ്ങുകയായിരുന്നു. ടാക്സി ഡ്രൈവറായ സജിലാൽ തന്റെ വാഹനത്തിലാണ് തലസ്ഥാനത്തെത്തിയത്. ആറ്റിങ്ങൽ താൻ എത്തിയെന്ന് സജിലാൽ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു. പിന്നീട് സജിലാൽ ആരുമായും ബന്ധപ്പെട്ടില്ല. ഉച്ചയോടെയാണ് മാമത്തെ ദേശീയപാതയ്ക്കരികിൽ ദേഹമാസകലം പൊള്ളലേറ്റ നിലയിൽ യുവാവിനെ കണ്ടെത്തിയത്. നാട്ടുകാർ ആശുപത്രിയിലെത്തിക്കുമ്പോൾ യുവാവിന്റെ ശരീരത്തിൽ 90% പൊള്ളലേറ്റിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പൊള്ളലേറ്റത് യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഒറ്റപ്പാലം സ്വദേശിയുമായ സജിലാലാണെന്ന് കണ്ടെത്തിയത്. വിവരമറിഞ്ഞ തലസ്ഥാനത്ത് സജിലാലിന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും എത്തി. സജിലാൽ നാടിനുവേണ്ടി ജീവിച്ചയാളാണെന്നും മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പിതാവ് രാജൻ തിരുവനന്തപുരത്തെത്തിച്ച് മകനെ കൊലപ്പെടുത്തിയതാണെന്നും രാജൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എല്ലാവരും സഹിക്കുന്ന ഒരുപാട് ആളുകളെ, പക്ഷെ അവന് ഇവിടെ കൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ട് കൊന്നാണ്. യാതൊരു സംശയമില്ല. എന്റെ മോൻ ആർക്കും ഒരു തെറ്റ് ചെയ്യില്ല. വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കും, അവന് വേണ്ടി അവൻ ജീവിച്ചില്ല. സജിലാലിന്റെ കാറിനുള്ളിൽ നിന്ന് അമ്പിളി ചതിച്ചു എന്നെഴുതിയ കത്ത് പോലീസിന് ലഭിച്ചു. ഇത് ഏറെ ദുരൂഹതകൾക്കാണ് വഴിവെക്കുന്നത്. സംഭവത്തിൽ ആറ്റിങ്ങൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലാണോ മരണത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി.